നിവേദിന് ഇപ്പൊ പെട്ടെന്ന് പാട്ടിങ്ങനെ നിന്ന് പോയല്ലോ. ഹരിച്ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? നമ്മള് പറഞ്ഞു കോൺസേർട്ടിന്റെ ഒക്കെ സമയം പെട്ടെന്ന് നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒറ്റ പ്രാവശ്യം അത് അഡ്ജസ്റ്റ്മെന്റ്. അതെ, പക്ഷെ അതല്ലാതെ എനിക്ക് ഒറ്റ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എന്റെ ആദ്യത്തെ സ്റ്റേജ് എന്നുവെച്ചാൽ ഞാനൊരു 4 വയസ്സുള്ളപ്പോ ആ സ്റ്റേജില് മഞ്ഞക്കിളി പാടിക്കൊണ്ടിരുന്ന ലാസ്റ്റ് കിളി എങ്ങോട്ടൊക്കെ പോയി. പക്ഷെ അതിന്റെ എൻഡിൽ ഞാൻ 4 കാലി വീണു കേട്ടോ. പക്ഷെ അത് കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷൻ അല്ല, കോമ്പറ്റീഷൻ അന്ന് എന്റെ ജഡ്ജായിരുന്ന ആളാണ് ഇത് അപ്പുറത്തിരിക്കുന്നത്. രാഗരത്നത്തിൽ എന്റെ പെർമനന്റ് ജഡ്ജായിരുന്നു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? എന്നെ സംബന്ധിച്ച് ഐ ആം വെരി പ്രൗഡ് ആ ഒരു ഇത് ഷെയർ ചെയ്യുന്നതിൽ. എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഹരി നാടകപ്രിയ രാഗം സ്വരമൊക്കെ പാടി. ഇത് സമയം ഏതായിരുന്നു പാടിയത്? ഇത് നാടകപ്രിയ ഏതോ അന്ന് പാടി. പിന്നെ അതുപോലെ മറ്റേ ഠായ രാഗമാലിക തില്ലാനൊക്കെ പാടി ഫുൾ മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നല്ല അയ്യോ, ഹരി വീട്ടില് ടീച്ചർ അമ്മൂമ്മ, ഹരിയുടെ അമ്മൂമ്മ ടീച്ചറും അമ്മയും അച്ഛനും എല്ലാവരും അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയും കൂടെ ചെയ്യുന്ന ആ ഒരു ഭയങ്കര ഹമ്പിളായിട്ട്, വളരെ ഹമ്പിളായിരുന്നു. ആര് വന്നാലും എല്ലാവരെയും കാലിലൊക്കെ തൊട്ടൊഴുത് എല്ലാവരും. അത് കുട്ടികൾക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ പിന്നെ മറന്നു പോകും. പക്ഷെ അത്ര നല്ലൊരു കുട്ടിയായിരുന്നു. ആ ഒരു ഹമ്പിൾ നമുക്ക് മുഖത്തിന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത്രയൊരു ഇതായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ പോയി സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. ദൈവാധീനം കൊണ്ട് ഇന്നേ വരെ ഒരു വേദിയിലും അങ്ങനെ മറന്നു പോവുകയോ എന്തോ ആ ഒരു സമയത്തൊരു നമുക്കൊരു എനർജി വരും എവിടുന്ന് ഒരു ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റേജിൽ ശരിക്കും ഹരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹരി മേക്സ് ഷുവർ ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു 25 പാട്ട് പാടുന്നുണ്ടെങ്കിലും ആ 25 പാട്ട് മനപ്പാടാക്കിയിട്ട് അവൻ സ്റ്റേജിൽ കയറുള്ളൂ. ഐ ഡോണ്ട് യൂസ് ലിറിക്സ്. അവൻ ലിറിക് വെച്ചിട്ടുള്ള പരിപാടി നേരെ വെച്ചിട്ടില്ല. അത് വലിയൊരു കാര്യമാണ് കേട്ടോ അത്.